എവ്രിവൺ. കോർ സെൻറ്റർ ഓഫ് റിഗറസ് എക്സലൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ ഏറ്റവും അടിയന്തരമായൊരു പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ മാനവരാശിയുടെ നിലനിൽപ്പിനും അവരുടെ ഡെവലപ്മെൻറ്റിനും ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ക്ലൈമറ്റ് ചേഞ്ച്, എങ്ങനെയാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് രൂപീകൃതമായിരിക്കുന്നത്, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിലെങ്ങനെയാണ് മനുഷ്യൻ്റെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ്, അത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടി, അത്തരം പ്രശ്നങ്ങൾ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഗവൺമെൻറ്റൽ ആൻഡ് നോൺ ഗവൺമെൻറ്റൽ ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ജനറലായിട്ടും സയൻറ്റിഫിക് ആയിട്ടും ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ചേഞ്ച് ആണ്. ആവറേജ് വെതർ പാറ്റേണിലുള്ള എർത്തിൻ്റെ ആവറേജ് വെതർ പാറ്റേണിലുള്ള ഒരു ലോങ് ടേം ചേഞ്ചിനെയാണ് നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൽ തന്നെ അവരുടെ ഒരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. Climate change means a change of climate which is attributed directly or indirectly to human activity that alters the composition of the global atmosphere and is in addition to natural climate variability observed over a comparable time periods എന്നുള്ളതാണ്. ഇന്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അഭിപ്രായത്തിൽ ക്ലൈമറ്റ് ചേഞ്ച് റെഫേഴ്സ് ടു എനി ചേഞ്ച് ഇൻ ക്ലൈമറ്റ് ഓവർ ടൈം വെദർ ഡ്യൂ ടു നാച്ചുറൽ വേരിയബിലിറ്റി ഓർ ആസ് എ റിസൾട്ട് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ആവറേജ് പാറ്റേൺ ഓഫ് വെതർ കണ്ടീഷൻസ് ആണ്. അതായത് വെതർ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ദിവസം ഒരു പ്രദേശം ഒരു സ്ഥലം എന്തൊക്കെയാണ് അവരുടെ ടെമ്പറേച്ചർ, റെയിൻഫോൾ, ഹ്യൂമിഡിറ്റി, വിൻഡ്, പ്രഷർ തുടങ്ങിയ എല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് വെക്കുന്നു. ഇത്തരത്തിൽ ഒരു ദിവസത്തെ നമ്മൾ എങ്ങനെയാണോ അനലൈസ് ചെയ്യുന്നത് അതുപോലെ ഏകദേശം 30 വർഷത്തെ അനാലിസിസ് എടുത്തുകൊണ്ടാണ് ഒരു പ്രദേശത്തെ ക്ലൈമറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുമ്പം ഇത്രയും തന്നെ മാറ്റങ്ങൾ, അതായത് ഓരോ ദിവസവും ഉണ്ടാവുന്ന വെതർ കണ്ടീഷൻസിൻ്റെ ചേഞ്ചസ് മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് അവിടുത്തെ തുടക്കത്തിലുള്ള കാലാവസ്ഥ, ടെമ്പറേച്ചർ, റെയിൻഫോൾ, വിൻഡ്, പ്രഷർ തുടങ്ങിയവയ്ക്ക് എങ്ങനെയായിരുന്നു, ഇപ്പം അത് ഏത് തരത്തിലേക്ക് മാറിയിട്ടുണ്ട്, അതിനകത്ത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, നാച്ചുറലി അത് എങ്ങനെയാണ്, നാച്ചുറലി എന്തൊക്കെ എഫക്ട്സ് ആണ് അതിനകത്ത് ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവറേജ് വെതർ കണ്ടീഷൻസിൽ ഉണ്ടായിട്ടുള്ള ഒരു ലോങ് ടേം ചേഞ്ച് എന്താണ് എന്ന് അനലൈസ് ചെയ്യുന്നതിനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും, നമ്മളിപ്പോൾ ദിവസവും രാവിലെ എണീക്കുന്നുണ്ട്, രാത്രി ആകുമ്പോൾ ഉറങ്ങുന്നുണ്ട്, നമ്മൾ ഒരു ദിവസം എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ എക്സ്ട്രീം ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നുമില്ല. പക്ഷേ പല റിപ്പോർട്ടുകളും ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നുണ്ട് എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് ഇവിടെ ഉണ്ട്, കാലാവസ്ഥയിൽ വ്യതിയാനം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് നോക്കാം. അതിനുള്ള എവിഡൻസസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, ഇൻക്രീസിങ് ടെമ്പറേച്ചർ ഓവർ ലാൻഡ് ആൻഡ് ഓഷ്യൻസ് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 1880 കാലഘട്ടത്തിലെ റെക്കോർഡുകളും ഇപ്പം ഒരു ഈവൻ 2026 വരെയുള്ള റെക്കോർഡുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ലാൻഡ് ആൻഡ് ഓഷ്യനകത്ത് ടെമ്പറേച്ചർ, അതായത് ഓഷ്യനകത്ത് പ്രത്യേകിച്ച് ഓഷ്യൻ സർഫേസിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് രൂപീകൃതമായി കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ വാർമിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് ലാർജ്ലി അബ്സോർബ് ചെയ്യുന്നത് ഓഷ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഓഷ്യൻ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സീ ലെവൽ റൈസ് ചെയ്യും, കോറൽ ബ്ലീച്ചിങ്ങിന് അത് കാരണമാകും, അതുപോലെ തന്നെ ട്രോപ്പിക്കൽ സൈക്ലോൺ ഫോർമേഷനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ളൊരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു ട്രോപ്പിക്കൽ സൈക്ലോണിൻ്റെ ഫോർമേഷൻ്റെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്താണ് ഓഷ്യനിൽ ഹീറ്റ് കണ്ടൻറ്റുകൾ ഇൻക്രീസ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ അടുത്തതായിട്ട് വരുന്നത് മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യൽ ഐസ് ആണ്.
അപ്പോൾ ഈ ഒരു ഗ്ലേഷ്യൽ ഐസിൻ്റെ മെൽറ്റിങ് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല ഇത് പോൾ റീജിയനിലുള്ള ഐസല്ലേ മെൽറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഈ മെൽറ്റ് ചെയ്യുന്ന ഐസ് ഓഷ്യൻ സർഫേസിൻ്റെ ഓഷ്യൻ സീ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നതിന് ഒന്നാമതായിട്ട് കാരണമാകുന്നുണ്ട്. രണ്ടാമത്തത് എർത്തിൻ്റെ ഒരു എൻറ്റയർ ആയിട്ടുള്ള പ്രോസസ്സിനെ തന്നെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള ഒരു പ്രോസസ്സാണ് മെൽറ്റിംഗ് ഓഫ് ഗ്ലേഷ്യൽ ഐസ് എന്ന് പറയുന്നത്. കാരണം ഗ്ലേഷ്യർ എന്ന് പറയുന്നത് ഒരു ലാർജ് ഒരു വലിയൊരു മാസാണ് അല്ലെ, ഒരുപാട് വെയിറ്റുള്ള എർത്ത് സർഫേസിൻ്റെ ഒരു ഘടനയെ തന്നെ സ്വാധീനിക്കുന്നതായിട്ടുള്ളൊരു ഘടകമാണ് ഗ്ലേഷ്യർ എന്ന് പറയുന്നത്. പെട്ടെന്ന് ഇത്രയും വെയിറ്റ് ഉള്ളതായിട്ടുള്ളൊരു സാധനം മെൽറ്റ് ചെയ്ത് പോകുമ്പം അവിടുത്തെ ആ മാസ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതിന് കാരണമാവുകയും ഇതൊരു ചെറിയ തോതിലെങ്കിലും എർത്തിൻ്റെ റൊട്ടേഷണൽ റെവല്യൂഷനെ സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ദെൻ ആർട്ടിക് സീ ഐസിൻ്റെ ഡിക്ലൈൻ ആണ്. ഇപ്പം ഒരു സാറ്റലൈറ്റ് ഡാറ്റകൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഏകദേശം 11% പെർ ഡിക്കേഡിന് എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിക് സീ ഐസുകൾ ഡിക്രീസ് ചെയ്ത് വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ റൈസിങ് സീ ലെവൽസ് ആണ്. ഗ്ലോബൽ സീ ലെവൽ ഏകദേശം ലാസ്റ്റ് സെഞ്ച്വറിയിൽ 17 to 21 സെൻറ്റിമീറ്ററോളം റൈസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും സീ വാട്ടറിൻ്റെ തെർമൽ എക്സ്പാൻഷൻ കാരണവുമാണ് എന്നാണ് പറയപ്പെടുന്നത്. ദെൻ ഇൻക്രീസിങ് ഓഷ്യൻ ഹീറ്റ് കണ്ടൻ്റ് ആണ്. ഓഷ്യൻ ഹീറ്റ് ഏകദേശം നമ്മൾ പറഞ്ഞു ലാൻഡിനെ അപേക്ഷിച്ച് ഹീറ്റ് അബ്സോർബ് ചെയ്ത് വെക്കാനുള്ളൊരു കഴിവ് നമ്മുടെ ഓഷ്യനുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പം ഇത്തരത്തിൽ ഓഷ്യൻ ഹീറ്റ് വർദ്ധിക്കുന്ന സമയത്ത് ധാരാളമായിട്ടുള്ള ഇവാപ്രേഷൻ സംഭവിക്കുന്നതിനും ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലൗഡ് ഫോർമേഷൻ, ഹെവിയർ റെയിൻഫാൾ തുടങ്ങിയ പ്രോസസ്സിനും കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ഇൻക്രീസിങ് അറ്റ്മോസ്ഫിയറിക് ഹ്യൂമിഡിറ്റി. നമ്മൾ പറഞ്ഞു ഗ്ലോബൽ വാർമിംഗ് കാരണം ഓഷ്യൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. ഓഷ്യൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ധാരാളമായിട്ടുള്ള വാട്ടർ അവിടെ വാട്ടർ വേപ്പറായിട്ട് റിലീസ് ചെയ്യപ്പെടും. അപ്പോൾ ഇത്തരത്തിൽ വാട്ടർ വേപ്പർ റിലീസ് ചെയ്യപ്പെടുമ്പം എഗെയിൻ ക്ലൗഡ് ഫോർമേഷൻ ഉണ്ടാവുന്നു, ഹെവിയർ റെയിൻഫോൾ ഉണ്ടാവുന്നു. ഇത് എൻറ്റയർ ആയിട്ടുള്ള ഒരു വെതർ പാറ്റേണിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പം ചില സ്ഥലങ്ങളിലെ ഹീറ്റ് വേവുകൾ, ഹെവി ആയിട്ടുള്ള റെയിൻഫോൾ, ഫ്ലഡ്, സ്റ്റോം ഇതൊക്കെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വരുന്നുണ്ട് എന്നുള്ളത് തന്നെ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട് എന്നുള്ളതിനുള്ള ഒരു എവിഡൻസ് ആണ്. ഇനി ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ കോൺസെൻട്രേഷൻ ആണ്. അതായത് CO2, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് എല്ലാം തന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം അറ്റ്മോസ്ഫിയറിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് ഹീറ്റിൽ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വേരിയേഷൻ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ IPCC അസസ്മെൻറ്റ് റിപ്പോർട്ടുകളാണ്. അതായത് ഇന്റർ ഗവൺമെൻറ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്ലോബൽ ക്ലൈമറ്റിക് ഡാറ്റകൾ കമ്പൈൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഹ്യൂമൻ ആക്ടിവിറ്റിയും അതെങ്ങനെയാണ് നേച്ചറിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഈ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ അതേപോലെ തന്നെ സയൻറ്റിഫിക് ഒബ്സർവേഷൻ ടൂൾസ് ആണ്. ഇപ്പം വെതർ സ്റ്റേഷൻസും സാറ്റലൈറ്റുകളും ഷിപ്പുകളും എയർക്രാഫ്റ്റുകളും വെതർ ബലൂണുകളും അതുപോലെ തന്നെ ഓഷ്യൻ ബോയ്സും ഇതൊക്കെ കളക്ട് ചെയ്യുന്നതായിട്ടുള്ള ഡാറ്റയിൽ നിന്നും ഇത്തരത്തിലുള്ളൊരു ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞൊരു വാക്കാണ് ഓഷ്യൻ ബോയ്സ് എന്ന് പറയുന്നത്. അതായത് അതൊരു ഫ്ലോട്ടിംഗ് ഡിവൈസ് ആണ്. ഒരു സെൻസറും സാറ്റലൈറ്റ് ട്രാൻസ്മിറ്ററും ഒക്കെയുള്ള ഓഷ്യൻ ഒരു ഡിവൈസാണിത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് തന്നെ വെതറിൻ്റെ ബേസിലും വേവ്, ടൈഡ് ഇതിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഓഷ്യൻ ബോയ്സ് ഉണ്ട്. ഇത്തരം ഡിവൈസുകൾ കാരണം നമുക്ക് കൃത്യമായിട്ട് ഈ ഓഷ്യൻ ലെവലിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് കാലാവസ്ഥാ വ്യതിയാനങ്ങളും കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഇമേജ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആനുവൽ ഗ്ലോബൽ ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ആണ് ഒരു ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ഏകദേശം 2010 വരെയുള്ളൊരു ഡാറ്റയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ദെൻ 1979 ഉണ്ടായിരുന്ന ഗ്ലേഷ്യേഴ്സും 2007 ഉണ്ടായിരുന്ന ഒരു ഗ്ലേഷ്യറിൻ്റെ വലിപ്പവും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഇത് മെൽട്ടായി പോകുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനടുത്തായിട്ട് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ്. കാരണം ഒരു സുപ്രഭാതത്തിലല്ല ഈ എൻറ്റയർ ആയിട്ടുള്ള വെതർ ഫിനോമിനാസിലും മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. അത് മാനവരാശി അവൻ്റെ ഒരു ചരിത്രം സ്റ്റാർട്ട് ചെയ്യുന്ന കാലം മുതൽക്ക് തന്നെ ചെയ്തു വന്ന പ്രവർത്തികളുടെ ഒരു അക്യുമുലേഷനാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഇനി നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് നെഗറ്റീവായിട്ടും
ബാധിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ ക്ലൈമറ്റിനെ എക്സ്പീരിയൻസ് ചെയ്യും. അല്ലാത്ത പക്ഷം ഒരു ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു പീരീഡ് 1800കളിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആദ്യമായിട്ട് നടക്കുകയാണ്. ഇത് കോൾ പവേർഡ് ആയിട്ടുള്ള ഫാക്ടറീസിൻ്റെയും സ്റ്റീം എൻജിൻസിൻ്റെയും റെയിൽവേസിൻ്റെയും ഒരു എക്സ്പാൻഷന് കാരണമാകുന്നു. ഇത് ലാർജ് ലെവൽ ഓഫ് CO2 എമിഷന്, അറ്റ്മോസ്ഫിയറിലേക്കുള്ള CO2 എമിഷന് കാരണമാക്കുന്നു എന്നുള്ളതാണ്. ദെൻ പിന്നീട് ഒരു 1800 കാലഘട്ടങ്ങളിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ ഡിസ്കവർ ചെയ്യുകയാണ്. ഈ ഡിസ്കവർ ചെയ്യുന്നത് മോഡേൺ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിക് സയൻസിൻ്റെ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ 1950 കാലഘട്ടത്തിലാണ് ഒരു പെട്രോളിയം ഇറ വരുന്നത്. അതായത് പെട്രോളിയം ഖനനങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഓയിലിൻ്റെ യൂസ് റാപ്പിഡായിട്ട് ഗ്രോ ചെയ്തത് കൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷനും ഇൻഡസ്ട്രി പോലുള്ള പ്ലാസ്റ്റിക് പോലുള്ള ഘടകങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. ഇത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനെ കുറച്ചുകൂടെ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ 1950-70 കാലഘട്ടത്തിലാണ് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ആക്സലറേഷൻ നടക്കുന്നത്. കാരണം മനുഷ്യൻ പുതിയ നാച്ചുറൽ റിസോഴ്സസ് കണ്ടുപിടിക്കുന്നു, അത് ഉപയോഗിക്കാനുള്ളൊരു ആവേശം മനുഷ്യന് കൂടുന്നു. അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണ് എന്നുള്ളത് ആരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആ മനസ്സിലാക്കിയ കാര്യങ്ങൾക്ക് ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഇത് വളരെയധികം ക്ലൈമറ്റ് ചേഞ്ചിനെ ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റും എല്ലാം വന്നതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള രീതിയിൽ ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് ലോകം പോകാൻ വേണ്ടി തുടങ്ങി. ഇത് പോപ്പുലേഷൻ ഗ്രോത്തിനെയും ഗ്ലോബൽ ട്രേഡിനെയും അർബണൈസേഷനെയും ഒക്കെ നന്നായിട്ട് ട്രിഗർ ചെയ്യിപ്പിക്കുന്നു. ഇത് എനർജി ഡിമാൻഡും അതുപോലെ തന്നെ പോപ്പുലേഷൻ കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും റിസോഴ്സസ് കൂടണമല്ലോ. അതുപോലെ തന്നെ അവർക്ക് താമസിക്കാനുള്ള ലാൻഡ് വേണം, വാട്ടർ വേണം, അതിൻ്റെ കൺസപ്ഷൻ കൂടുകയാണ്. സോ എനർജി ഡിമാൻഡ് കൂടുന്നു, ഡീഫോറസ്റ്റേഷൻ കൂടുന്നു, എമിഷൻ്റെ അളവും കൂടുന്നു എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയായിട്ട് വരുന്നത്. ഇനി 1980, 1990 കാലഘട്ടങ്ങളിൽ ഈ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിനെ മനസ്സിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട കുറേ പോളിസികൾ എമർജ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. കാരണം കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. ഇത് ഇന്റർനാഷണൽ ക്ലൈമറ്റ് നെഗോഷിയേഷൻസ് ആൻഡ് റിസർച്ച് പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കാരണമായി എന്നുള്ളതാണ്. ഇനി ഗ്ലോബൽ അഗ്രിമെന്റ് ഫേസ് ആണ്. 2000 മുതൽ 2010 വരെയാണ് ഈ ഒരു പീരീഡ് വരുന്നത്. ഓരോ രാജ്യങ്ങളും അവർ ക്ലൈമറ്റ് ട്രീറ്റികളും അതുപോലെ തന്നെ അതിൻ്റെ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസും അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. അതായത് ക്ലൈമറ്റ് പോളിസീസും റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി ഇനിഷ്യേറ്റീവ്സും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്തിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു നമ്മുടെ നേച്ചറുമായിട്ട് ഇടപഴകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ അവബോധം ഉണ്ടായി എന്നുള്ളതാണ്. ദെൻ ഇൻറ്റൻസിഫൈയിങ് ക്ലൈമറ്റ് ഇമ്പാക്ട്സ് ആണ്. 2010-2020 കാലഘട്ടങ്ങളാകുമ്പോഴത്തേക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹീറ്റ് വേവ്സും ഫ്ലഡ്സും വൈൽഡ് ഫയർ തുടങ്ങിയ ധാരാളമായിട്ടുള്ള എക്സ്ട്രീം വെതർ സിറ്റുവേഷൻസ് ഉണ്ടാവാൻ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ക്ലൈമറ്റ് ചേഞ്ച് കൃത്യമായിട്ട് മനുഷ്യൻ അനുഭവിക്കാൻ തുടങ്ങി, വിസിബിൾ ആയി തുടങ്ങിയത്. ഓക്കെ, ആ വിസിബിൾ ആവുന്നത് എക്കണോമിക്കലി സിഗ്നിഫിക്കൻ്റ് ആവാൻ തുടങ്ങിയതോടുകൂടിയാണ് മനുഷ്യൻ അവൻ്റെ ഇതൊക്കെ സംരക്ഷിക്കണം എങ്കിൽ മാത്രമേ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിലേക്ക് നമുക്ക് പോകാൻ കഴിയൂ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുകയാണ്. ദെൻ 2020s എനർജി ട്രാൻസിഷൻ ഫേസ് ആണ്. റിന്യൂവബിൾ എനർജികൾ വളരെയധികം നന്നായിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങി. ഇലക്ട്രിക്കൽ വെഹിക്കിൾസിന് വളരെയധികം അക്സെപ്റ്റൻസ് കിട്ടി. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ പോളിസികൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. സോ ഗ്ലോബലി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലോ കാർബൺ എനർജി സിസ്റ്റത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്ന് ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് ആണ്. ഓക്കെ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിന് പലതരത്തിലുള്ള ഘടകങ്ങളും ഉണ്ട്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വീട്ടിലെ ഒരു കുഞ്ഞടുപ്പ് പോലും ഒരു ഗ്ലോബൽ വാർമിങ്ങിനെ സഹായകരമാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രീൻ ഹൗസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പണ്ട് നമ്മൾ ഈ പ്ലാന്റുകളൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നന്നായിട്ട് വളരുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ടെക്നിക്കാണ് ഈ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്നത്. ഇൻകമിംഗ് ആയിട്ടുള്ള സോളാർ റേഡിയേഷനെ അകത്തേക്ക് കടത്തിവിടുകയും ഇവിടെ നിന്നുള്ള ഔട്ട് ഗോയിങ് ടെറസ്ട്രിയൽ റേഡിയേഷനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് നിരന്തരമായ ഒരു ഹീറ്റ് ഇതിനകത്ത് നിൽക്കുമ്പം
ചെടികൾ നന്നായിട്ട് വളരുന്നതിന് ഇത് സഹായകരമാകാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എഫക്റ്റ് എർത്ത് സർഫേസും എന്ത് ചെയ്യുന്നുണ്ട്, എക്സേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിട്ടുള്ള വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, മീത്തേൻ, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ പ്രധാനപ്പെട്ട ഗ്യാസസ് ഇൻകമിംഗ് ആയിട്ടുള്ള സോളാർ റേഡിയേഷനെ ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ സമ്മതിക്കുകയും ഇവിടെ നിന്ന് പോകുന്നതായിട്ടുള്ള ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ടെറസ്ട്രിയൽ റേഡിയേഷനെ അബ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ ഹീറ്റ് പിടിച്ചു നിർത്തിയിട്ട് അറ്റ്മോസ്ഫിയറിൻ്റെ മുകൾ ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട്, അതായത് എൻ്റയർ ആയിട്ടുള്ള എർത്തിനെയും വാമപ്പ് ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷനെയാണ് നമ്മൾ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റാണ് ഗ്ലോബൽ വാർമിങ്ങിന് ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ലോങ് ടേം ആയിട്ട് നിൽക്കുന്ന സമയത്ത് ക്ലൈമറ്റ് ചേഞ്ചിനെയും അത് സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റിൽ പ്രധാനമായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 2 അതിലധികമോ ആറ്റംസ് ഉള്ളതായിട്ടുള്ള ഗ്യാസസ് ആണ്. കാരണം അത്തരം ഗ്യാസസുകൾ വളരെ വൈബ്രൻ്റ് ആയിട്ട് ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ഗ്യാസസ് ക്ലൈമറ്റ് ചേഞ്ചിന് അല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസും ക്ലൈമറ്റ് ചേഞ്ചും എങ്ങനെയാണ്, ഏതൊക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സോഴ്സസ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇത് ഫോസിൽ ഫ്യൂവൽസ് ബേൺ ചെയ്യുന്നത് കൊണ്ടും സോളിഡ് വേസ്റ്റുകൾ കൊണ്ടും അതുപോലെ തന്നെ വോൾക്കാനിക് ഇറപ്ഷൻസ് കാരണം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു എമിഷൻ വരുന്നത്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ടൊരു കോൺട്രിബ്യൂട്ടറാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇത് നാച്ചുറൽ കാർബൺ സൈക്കിളിനെ പാർട്ട് ഓഫ് നാച്ചുറൽ കാർബൺ സൈക്കിളാണ്. അബ്സോർബ്ഡ് ആൻഡ് എമിറ്റഡ് ബൈ ഓഷ്യൻസ് ആണ്. പ്ലാന്റ്സ് ആൻഡ് അനിമൽസിനെയൊക്കെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം മീത്തേൻ എന്ന് പറയുന്ന സമയത്ത് നാച്ചുറൽ വെറ്റ്ലാൻഡുകളിൽ നിന്നും അഗ്രികൾച്ചറൽ ഏരിയകളിൽ നിന്നുമൊക്കെയാണ് മീത്തേൻ എമിറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് CO2-നെക്കാളും ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മീത്തേൻ എന്ന് പറയുന്നത്. ദെൻ നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുമ്പം ഇതും അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് കാരണവും അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ്സുകൾ കാരണവും ഫോസിൽ ഫ്യൂവൽ ബേണിങ്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് കാരണവുമാണ് ഇത്തരം നൈട്രസ് ഓക്സൈഡുകൾ വരുന്നത്. ഇത് ഗ്ലോബൽ വാർമിങ്ങിനും ഓസോൺ ഡിപ്ലീഷനും സഹായകരമാകുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ് നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത്. ദെൻ എഫ് ഗ്യാസസ് ആണ്. CFC, HCFC, അതുപോലെ തന്നെ HFCs തുടങ്ങിയതൊക്കെയാണ്. ഇത് ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സിൽ നിന്നും സോൾവെൻറ്റ്, പെസ്റ്റിസൈഡ്സ് അത്തരത്തിലുള്ള മേഖലകളിൽ നിന്നാണ് ഇത് പുറമേക്ക് വരുന്നത്. ഇതിന് ഒരുപാട് കാലം അറ്റ്മോസ്ഫിയറിൽ സർവൈവ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇത് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു ത്രെട്ടായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. ദെൻ ഗ്രൗണ്ട് ലെവൽ ഓസോൺ ആണ്. അതായത് നൈട്രജൻ ഓക്സൈഡ്സും വോളറ്റൈൽ ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സും റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, സൺലൈറ്റിൻ്റെ അടിസ്ഥാനത്തിൽ റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് രൂപീകൃതമാകുന്ന ഒരു നെഗറ്റീവ് ഓസോൺ ആണ് ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്ന് പറയുന്നത്. ഇത് ഹീറ്റുകളെ ട്രാപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ എയർ പൊല്യൂഷനെ ട്രിഗർ ചെയ്യുകയും ഹ്യൂമൻ ഹെൽത്തിന് ഹാംഫുൾ ആവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് വരുന്നത്. ഇനി വാട്ടർ വേപ്പർ ആണ്. വാട്ടർ വേപ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓഷ്യൻ്റെ ഹീറ്റ് വളരെയധികം കൂടുകയാണ്. അപ്പോൾ ടോട്ടലായിട്ടുള്ളൊരു ഹീറ്റ് കൂടുന്നതിനനുസരിച്ച് വെജിറ്റേഷൻ്റെയും അതുപോലെ തന്നെ കുളങ്ങളുടെയും ഓഷ്യൻസിൻ്റെയും ഒക്കെ മുകളിൽ നിന്നും ധാരാളമായിട്ടുള്ള വാട്ടർ വേപ്പർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് ഹീറ്റിനെ ട്രാപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിങ്ങിനെ ഒന്നുകൂടെ പുഷ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് ചെയ്യുന്ന പ്രവൃത്തി. ഇനി എയറോസോൾസ് ആണ്. ഹ്യൂമൻസ് ഫോസിൽ ഫ്യൂവൽസ് ബേൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് രൂപീകൃതമാകാറുണ്ട്. അതല്ലാതെ വോൾക്കനോസും മറൈൻ പ്ലാങ്ക്ടൺസും ഒക്കെ നാച്ചുറലായിട്ട് തന്നെ എയറോസോൾസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ക്യാൻ വാം ഓർ കൂൾ എന്നുള്ളതാണ്. ഓക്കെ, പെട്ടെന്ന് തന്നെ ചൂടാക്കാനും അതുപോലെ തന്നെ അന്തരീക്ഷത്തെ തണുപ്പിക്കാനും കഴിവുള്ള ഒരു ഘടകമാണ് എയറോസോൾസ് എന്ന് പറയുന്നത്. ദെൻ ക്ലൗഡ്സും പ്രസിപ്പിറ്റേഷനും സ്നോ ആൻഡ് ഐസ് മെൽറ്റിങ്ങിനും ഒക്കെ ഇത് എഫക്റ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ദെൻ ബ്ലാക്ക് കാർബൺ ആണ്. ഇതും ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഒരു ഉപയോഗം കാരണവും ബയോമാസിൻ്റെ ബേണിംഗ് കാരണവും വരുന്നതാണ്. സൺലൈറ്റിനെ ആൻഡ് ഇൻഫ്രാറെഡ് റേഡിയേഷനെ അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഗ്ലോബൽ വാർമിങ്ങിനെ വളരെയധികം ട്രിഗർ ചെയ്യിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ബ്ലാക്ക് കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ എങ്ങനെയാണ് ഓരോ എക്കണോമിക് സെക്ടറിലും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇത് കാണിച്ചിട്ടുള്ളത്.
ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ ഇത്തരത്തിലുള്ള ഗ്യാസുകൾ എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഗ്യാസുകൾ ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ വളരെയധികം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ഇനി അറ്റ്മോസ്ഫിയറിക് CO2ൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഇപ്പം ഒരു പാസ്റ്റ് 150 ഇയേഴ്സിൽ നമ്മൾ കണക്കെടുക്കുന്ന സമയത്ത് 280 പാർട്സ് പെർ മില്യൺ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതായത് 280 പാർട്സ് പെർ മില്യണിൽ നിന്നും 414 പാർട്സ് പെർ മില്യൺ ആയിട്ട് കഴിഞ്ഞ 150 വർഷങ്ങൾക്കിടയിൽ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പാർട്സ് പെർ മില്യൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഗ്യാസുകളൊക്കെ പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. ഇതിൽ 1 പാർട്ട് എന്ന് പറയുന്നത് ഒരു 1 മില്യൺ പാർട്ടിൽ ഇത്ര ഭാഗം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 414 പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞു. 414 പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത് ഒരു 10 ലാക്ക് മോളിക്യൂൾസ് ഓഫ് എയറിനകത്ത് 414 പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ 414 മോളിക്യൂൾസ് ഓഫ് CO2 ഉണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. ഓക്കെ, അതായത് 10 ലാക്ക് മോളിക്യൂൾസിനകത്ത് 414 മോളിക്യൂൾസ് എന്ന് പറയുന്നത് CO2 ആണ് എന്നുള്ളതാണ് പാർട്സ് പെർ മില്യൺ എന്തുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആ 414 തന്നെ ഇത്രയും വലിയൊരു എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ 1 പാർട്സ് പെർ മില്യൺ ഓഫ് CO2 മീൻസ് 1 മോളിക്യൂൾ ഓഫ് CO2 പെർ 1 മില്യൺ എയർ മോളിക്യൂൾസ് എന്നുള്ളതാണ്. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ അതേപോലെ തന്നെ IPCCൻ്റെ ഒരു സിന്തസിസ് റിപ്പോർട്ട് 2023 കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് ധാരാളമായിട്ട് തന്നെ ഗ്ലോബൽ വാർമിങ്ങിനെ ട്രിഗർ ചെയ്യിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മുടെ എനർജി യൂസ്, ലാൻഡ് യൂസിൽ ഉണ്ടായിരുന്ന ചേഞ്ച്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ പ്രോസസ്സിലും അതിൻ്റെ മാനുഫാക്ചറിലുമുള്ള അതിൻ്റെ കൺസെപ്ഷനിലുള്ള ഒരു ചേഞ്ചും ഇത്തരത്തിൽ ഒരു ഗ്ലോബൽ വാർമിങ്ങിനെ, ക്ലൈമറ്റ് ചേഞ്ചിനെ ട്രിഗർ ചെയ്യിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇനി പ്രധാനപ്പെട്ട കോസസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എന്താണെന്ന് നോക്കാം. ഒന്ന് നാച്ചുറൽ ആയിട്ടുള്ള കോസസ് എന്ന് പറയുമ്പം നമ്മുടെ എർത്തിൻ്റെ ഓർബിറ്റ് ആൻഡ് റൊട്ടേഷനിൽ ഉണ്ടാവുന്ന ചേഞ്ചാണ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു എർത്തിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഒരു റീസെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡി കണ്ടത് എർത്തിൻ്റെ റൊട്ടേഷൻ വളരെയധികം സ്ലോ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെയധികം സ്ലോ ഇൻ ദ സെൻസ് 1.7 മില്യൺ സെക്കൻഡ് പെർ സെഞ്ചുറീസ് ആണ്. ഒരു സെഞ്ചുറിക്ക് 1.7 മില്യൺ സെക്കൻഡ്സ് മാത്രമേ കുറയുന്നുള്ളൂ. അപ്പോൾ ഇത് എർത്തിൻ്റെ റൊട്ടേഷനെ സ്ലോ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഡേയ്സ് ലോങ്ങർ ആയിട്ട് വരുന്നതിന് കാരണമാകുന്നു എന്നുള്ളതാണ്. ദെൻ സോളാർ ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ ഇത്തരത്തിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ ബാധിക്കാറുണ്ട്. ദെൻ എർത്തിൻ്റെ റിഫ്ലക്റ്റിവിറ്റിയിൽ ഉണ്ടാകുന്ന ഇപ്പം സ്നോയും ക്ലൗഡും റിഫ്ലക്ട് സൺലൈറ്റ് ആണ്, വൈൽ ഓഷ്യൻസ് ആൻഡ് ഫോറസ്റ്റ് അബ്സോർബ് ഹീറ്റ് ആണ്. അപ്പോൾ ഇതിലുണ്ടാവുന്നതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇത്തരത്തിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ സ്വാധീനിക്കുന്നുണ്ട്. ദെൻ വോൾക്കാനിക് ആക്ടിവിറ്റീസ് ആണ്. കാരണം വോൾക്കനോസ് ധാരാളമായിട്ടുള്ള പാർട്ടിക്കിൾസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസും മറ്റുമൊക്കെ എമിഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതും ഗ്ലോബൽ വാർമിങ്ങിനെ സഹായിക്കാറുണ്ട്. ദെൻ നാച്ചുറൽ കാർബൺ ഡൈ ഓക്സൈഡ് ചേഞ്ചസ് ആണ്. ഇപ്പം ഓഷ്യൻ ഹീറ്റിങ്ങും കൂളിങ്ങും ചേഞ്ചസും ഒക്കെ തന്നെ ഒരു നാച്ചുറൽ കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലൈമറ്റ് ചേഞ്ചിന് സഹായകമാകുന്ന തരത്തിൽ ഇതാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ അടുത്തായിട്ട് വരുന്നൊരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ കോസസ് ആണ്. ഹ്യൂമൻ കോസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോസിൽ ഫ്യൂവൽസിൻ്റെ ഉപയോഗം, ഇൻഡസ്ട്രിയിലെ മാനുഫാക്ചറിങ്, ഡീഫോറസ്റ്റേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ, ബിൽഡിംഗ് ആൻഡ് എനർജി യൂസ്, അതുപോലെ തന്നെ ഓവർ കൺസപ്ഷൻ പോലും ഈ ഒരു ഗ്ലോബൽ വാർമിങ്ങിനെ ചെറിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ എഫക്റ്റ് നമുക്ക് നോക്കാം. 1850 അതായത് ആദ്യം നമ്മൾ പഠിക്കുന്നത് ടെമ്പറേച്ചർ ആണ്. ഏകദേശം 1850 നിന്നും ഏകദേശം 1.1 ഡിഗ്രി സെൽഷ്യസോളം ടെമ്പറേച്ചർ ഇപ്പം ഇൻക്രീസ് ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരു 8 to 9 ഇഞ്ചസ് ഓഫ് സീ ലെവലും ഇൻക്രീസ് ആയിട്ടുണ്ട്. ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടർ റിസോഴ്സസിൽ കൃത്യമായിട്ടുള്ളൊരു ചേഞ്ചസ്, റെയിൻഫോളിൻ്റെ പാറ്റേണിൽ ഉണ്ടായിരുന്ന ചേഞ്ചുകൾ ഫ്ലഡിനും ഡ്രൗട്ടിനും കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡ് പ്രൊഡക്ഷൻ, ഹൈ ടെമ്പറേച്ചറും ഡ്രൗട്ടും എക്സ്ട്രീം ആയിട്ടുള്ള വെതറും ഒക്കെ തന്നെ ക്രോപ്പ് ഈൽഡിങ്ങിനെയും ലൈഫ് സ്റ്റോക്കിനെയും ഫിഷറീസിനെയും ഒക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ഹ്യൂമൻ ഹെൽത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൽനെസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ്റെ പ്രോബ്ലംസ്, ഡിസാസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഒക്കെ തന്നെ കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇനി എൻവയോൺമെൻറ്റ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ആണ്. എക്കോസിസ്റ്റംസ് വളരെയധികം ഡിസ്റ്റർബ് ആവുന്നുണ്ട്. കാരണം കോറൽ റീഫുകൾ ഡാമേജ്ഡ് ആവുന്നു. ലോകത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പല സ്പീഷീസും എക്സ്റ്റിൻഷൻ നേരിടുന്നു എന്നുള്ളത് തന്നെ ഇതിനൊരു പ്രധാനപ്പെട്ട സൂചനയാണ്. പിന്നെ ഓഷ്യൻസ് മോർ ആസിഡിക് ആയിട്ട് മാറുന്നുണ്ട്. ഇത് മറൈൻ ലൈഫിനെ സപ്പോർട്ട് ചെയ്യാത്ത തരത്തിലേക്ക് ഓഷ്യൻസ് മാറുന്നുണ്ട്. ദെൻ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കൺസ്ട്രക്ഷൻ ഒക്കെ തന്നെ, അതായത്
ഇപ്പോൾ നമ്മുടെ റോഡും ബ്രിഡ്ജും പോർട്ടും നമ്മൾ ബിൽഡ് ചെയ്യുന്നതൊക്കെ തന്നെ പലതരത്തിലുള്ള ഡാമേജുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം കംപ്ലീറ്റ് ആയിട്ടൊരു പുഴയുടെ ഭാഗം നികത്തിയിട്ട് നമ്മൾ റോഡ് കെട്ടിക്കഴിഞ്ഞാൽ അടുത്ത റെയിൻഫോളിൻ്റെ സീസൺ ആവുന്ന സമയത്തേക്ക് അവിടെ എന്തുണ്ടാവും, അവിടെ വെള്ളത്തിൻ്റെ ഒരു അംശം വരാൻ വേണ്ടി തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കൃത്യമായിട്ട് നേച്ചറിനെ കുറിച്ച് അറിയാതെ, ആ പ്രദേശത്തിൻ്റെ ജോഗ്രഫിയെക്കുറിച്ച് മനസ്സിലാക്കാതെയുള്ള നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി എക്കോണമി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന സമയത്ത് ഇത്തരത്തിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാവുന്ന ക്ലൈമറ്റ് ചേഞ്ചുകൾ മാനവരാശിയുടെ ഒരു ലൈവ്ലിഹുഡിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. പോവേർട്ടിയും ഡിസ്പ്ലേസ്മെൻറ്റും ഒക്കെ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ കൾച്ചറലായിട്ടുമുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഫ്യൂച്ചർ ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ക്ലൈമറ്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻസ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ട് ക്ലൈമറ്റ് സയൻസ് ഡെവലപ്പ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൃത്യമായിട്ട് ഓരോ ചേഞ്ചസും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതിനനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള പ്രോജക്റ്റുകളും നമ്മുടെ ഇനിഷ്യേറ്റീവ്സും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ഫ്യൂച്ചർ എമിഷൻസ് കൃത്യമായിട്ട് കുറയ്ക്കുകയാണെങ്കിൽ, ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് പ്രോസസ്സുകൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നാച്ചുറൽ ഫാക്ടേഴ്സ്, ഇപ്പോൾ എൽനിനോ ഇവൻറ്റ്സ്, വോൾക്കാനിക് ഇറപ്ഷൻസ്, ഓഷൻ സർക്കുലേഷന്, ഇതൊക്കെ തന്നെ ഗ്ലോബൽ ടെമ്പറേച്ചറിനെ ഒരു ടെമ്പററി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു ഓർഗനൈസ് ചെയ്തുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇമ്പാക്റ്റുകൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഇതായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇപ്പം നിലവിലൊരു ഹൈ ആയിട്ടുള്ള എമിഷൻ സിനാരിയോ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ റെഡ്യൂസ് ചെയ്യണം. ലോ ആയിട്ടുള്ള ഒരു എമിഷൻ നമ്മൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് റീജിയണൽ ആയിട്ടുള്ള പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നതാണ് ഹ്യൂമൻ ആക്ഷൻസ് കുറച്ചുകൂടെ നന്നായിട്ട് അതിനകത്ത് ഫോക്കസ് ചെയ്യിക്കുന്നതിന് സഹായകമാകൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളെ അപേക്ഷിച്ച് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിൽ വലിയൊരു മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു 2025 ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ആശ്വാസം. 2024 കുറച്ചുകൂടെ തണുത്ത ഒരു വർഷമായിരുന്നു 2025 എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് കുറേ നിയമപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി. അതിനെ നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1985 മുമ്പുള്ള ഫേസിനെ നമുക്ക് ഫൗണ്ടേഷണൽ ഫേസ് എന്ന് വിളിക്കാം. ഇത് സയൻറ്റിഫിക് ആയിട്ട് ഗ്ലോബൽ വാർമിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കൺസേൺ എമേർജ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. ദെൻ 1985-88 എന്ന് പറയുമ്പം അജണ്ടാസ് സെറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതായത് പബ്ലിക്കായിട്ടും അതൊരു പോളിസി ഡിബേറ്റായിട്ടും വരുന്നതിൻ്റെ ഭാഗമായിട്ട് ധാരാളമായിട്ടുള്ള കോൺഫറൻസുകളും റിസർച്ചുകളും പബ്ലിക്കേഷൻസും വർക്ക്ഷോപ്സും ഒക്കെ നടക്കുന്നു എന്നുള്ളതാണ്. ദെൻ 1988 to 90 വരെയുള്ള കാലഘട്ടങ്ങളിൽ പ്രീ നെഗോഷിയേഷൻ ഫേസാണ്. ഗവൺമെൻറ് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസിൽ ഇൻവോൾവ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇൻ്റർ ഗവൺമെൻറ്റൽ പാനൽ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള ഘടകങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ ഫോർമൽ നെഗോഷിയേഷൻ ഫേസ് 1992 ഇൻ്റർനാഷണൽ നെഗോഷിയേഷൻ ഫോർ ക്ലൈമറ്റ് അഗ്രിമെൻറ്റ്സ് ഉണ്ടാവുന്നു. ഇപ്പം നമ്മുടെ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള UNFCCയുടെ ഘടകങ്ങൾ വരുന്നു എന്നുള്ളതാണ്. പോസ്റ്റ് അഗ്രിമെൻറ്റ് ഫേസ് എന്ന് പറയുമ്പം 1992 ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് സ്ട്രെങ്തനിങ് ഓഫ് ക്ലൈമറ്റ് അഗ്രിമെൻ്റ് ആണ്. ഇപ്പം നമ്മുടെ ക്യോട്ടോ പ്രോട്ടോകോൾ പോലുള്ള കമ്മിറ്റികളും ഇൻ്റർനാഷണൽ കോർപ്പറേഷൻസും ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് NGOസും നോൺ NGOസും എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് നോക്കാം. NGOസ് എന്ന് പറയുന്ന സമയത്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് NGO എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അവയർനെസ് കൊടുക്കുന്നതിനും റിന്യൂവബിൾ എനർജിയെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഫോറസ്റ്റിനെയും ബയോഡൈവേഴ്സിറ്റിയെയും പ്രൊട്ടക്റ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പം ഗ്രീൻ പീസ് പോലുള്ളതൊക്കെ ഇതിനൊരു എക്സാമ്പിളാണ്. നോൺ NGOസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി രൂപീകൃതമാകുന്ന ഓർഗനൈസേഷൻസ് ആണ് നോൺ NGOസ് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഇപ്പോൾ IPCC, UNFCC ഇതൊക്കെ തന്നെ അത്തരത്തിൽ പറയാൻ പറ്റുന്ന നോൺ NGOസ് ആണ് എന്നുള്ളതാണ്. ഇനി മേജർ ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ക്ലൈമറ്റ് അഗ്രിമെൻറ്റ്സ് ആൻഡ് ഇവൻറ്റ്സ് ആണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നത്. ആദ്യമായിട്ട് ഇതിനൊക്കെ തുടക്കം കുറിക്കുന്നത് 1987 ബ്രൂട്ട്ലാൻഡ് റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനെ അവർ കോമൺ ഫ്യൂച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നു. സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് മെൻഷൻ ചെയ്യപ്പെടുന്നത് ഈ ഒരു പുസ്തകത്തിലാണ്, ഈ ഒരു റിപ്പോർട്ടിലാണ്. ദെൻ 1992 റിയോ സമ്മിറ്റ് വരുന്നു. ഇതിലെ അജണ്ട 21 അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു കൺവെൻഷൻ ഇതും UNFCCയും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നു. ദെൻ 1995 ഓൺവേർഡ്സ് എത്തുമ്പം COP മീറ്റിംഗ് ആണ്.
ആനുവൽ മീറ്റിംഗ് ഓഫ് പാർട്ടീസ് ടു റിവ്യൂ ക്ലൈമറ്റ് പോളിസീസ് ആണ്. അപ്പോൾ ഇതൊക്കെ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കപ്പെടുന്നു. ദെൻ 1997 ക്യോട്ടോ പ്രോട്ടോകോൾ വരുന്നുണ്ട്. അപ്പം 1990 ആ ഒരു ലെവലിൽ നിന്നും എമിഷൻ 5.2% എങ്കിലും ഡിക്രീസ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ എൻവയോൺമെൻറ്റ് ജോഗ്രഫിയുടെ അണ്ടറിൽ പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള എഗ്രിമെൻറ്റ്സും ഇവൻറ്റ്സും ഒക്കെ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ദെൻ 2001 മരക്കേഷ് അക്കോർഡ് വരുന്നുണ്ട്. കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. ദെൻ ബാലി ആക്ഷൻ പ്ലാൻ 2007 ആണ്. മിറ്റിഗേഷനും അഡാപ്റ്റേഷൻ ആൻഡ് ടെക്നോളജി ഫിനാൻസിങ്ങിലാണ് ഇത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത്. ദെൻ കോപ്പൻഹേഗൻ സമ്മിറ്റ് വരുന്നുണ്ട്. ഒരു ആവറേജ് ഗ്ലോബൽ ടെമ്പറേച്ചർ ഈ ഒരു കാലഘട്ടത്തിൽ 2 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറയ്ക്കണം എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം ആവറേജ് ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന വ്യത്യാസം എന്ന് പറയുന്നത് എപ്പോഴും ഒരു 2 ഡിഗ്രി സെൽഷ്യസിന് താഴെ തന്നെ നിലനിർത്തി കൊണ്ടുവരണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ദെൻ പാരീസ് അഗ്രിമെൻറ്റ് 2015 ലിമിറ്റ് ഗ്ലോബൽ വാർമിംഗ് ടു വെൽ ബിലോ 2 ഡിഗ്രി സെൽഷ്യസ്, പെർസ്യൂ 1.5 ഡിഗ്രി സെൽഷ്യസ് ടാർഗറ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ 2 ഡിഗ്രി സെൽഷ്യസിന് താഴെ കൊണ്ടുവരികയും 1.5 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പാരീസ് അഗ്രിമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. ദെൻ ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്. 3 പ്രധാനപ്പെട്ട മെക്കാനിസം അവർ ഫോളോ ചെയ്യുന്നു. ഒന്ന് ജോയിൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ, അതുപോലെ തന്നെ ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം, അതുപോലെ തന്നെ എമിഷൻ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, അതായത് റിന്യൂവബിൾ എനർജി പ്രോജക്റ്റുകളിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ജോയിൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ജോയിൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം എന്ന് പറയുമ്പം ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് എമിഷൻ റിഡക്ഷൻ പ്രോജക്ട്സിന് വേണ്ടിയിട്ട് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എമിഷൻ ട്രേഡിംഗ് എന്ന് പറയുന്ന സമയത്ത് കാർബൺ ക്രെഡിറ്റ് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് അതിനകത്ത് വരുന്നത്. ചുരുക്കത്തിൽ ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ ഈ 3 മെക്കാനിസവും ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു സഹകരണത്തോടു കൂടി നടത്താനുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് പലപ്പോഴും വിലയിരുത്തപ്പെടുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇപ്പം ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം ആണെങ്കിലും ജോയിൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ ആണെങ്കിലും എമിഷൻ ട്രേഡിംഗ് ആണെങ്കിലും ഒക്കെ തന്നെ ഈ ക്ലൈമറ്റ് ചേഞ്ച് റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള ഒരു ട്രിക്കാണ് എന്നുള്ളതാണ്. ദെൻ ഗ്ലോബൽ ക്ലൈമറ്റ് ഗവേണൻസിൻ്റെ ചില പ്രിൻസിപ്പിളാണ്. ഒന്ന് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അതായത് CBDR. എല്ലാ കൺട്രീസും ഒരേ അളവിലല്ല ഇപ്പം ഈ എമിഷൻസ് നടത്തുന്നത്. ഓക്കെ, ഇപ്പോൾ പൊല്യൂഷൻസ് നടത്തുന്നത്. അപ്പോൾ ഓരോ രാജ്യവും എത്രയാണോ പൊല്യൂട്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് അവരിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ ഇക്വിറ്റി പ്രിൻസിപ്പിൾ എന്നുള്ളതാണ്. ക്ലൈമറ്റ് പോളിസീസ് മസ്റ്റ് കൺസിഡർ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് എന്നുള്ളതാണ്. കാരണം ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും തമ്മിലുള്ള ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു ഡിഫറൻസ്, എക്കണോമിക്കൽ ആയിട്ടുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് വേണം അവിടുത്തെ പോളിസികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്നുള്ളതാണ്. ദെൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ക്ലൈമറ്റ് ആക്ഷൻ ഷുഡ് സപ്പോർട്ട് എക്കണോമിക് ഗ്രോത്ത് വൈൽ പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ക്ലൈമറ്റ് ആക്ഷനുകൾ എന്ന് പറയുന്നത് എക്കണോമിക് ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുകയും അതേപോലെ തന്നെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനെ പോലെ തന്നെ ഒരു മനുഷ്യൻ്റെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിനെ ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു ഘടകമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം 0.7 ഡിഗ്രി സെൽഷ്യസോളം ടെമ്പറേച്ചർ 1901 ആൻഡ് 2018 കാലഘട്ടങ്ങൾക്കിടയിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. 2019 ലോകത്തെ ഏറ്റവും മോസ്റ്റ് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രി എന്ന് പറയുന്നത്, ക്ലൈമറ്റ് ചേഞ്ച് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയാണ് എന്നുള്ളതാണ്. ദെൻ ഏകദേശം 70 out of 20 people in India are vulnerable to hydrometeorological disasters ആണ്. കാരണം ഫ്ലഡ്, ഡ്രൗട്ട്, സൈക്ലോൺസ് തുടങ്ങി ഈ വാട്ടറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഹൈഡ്രോമെറ്റീരിയോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് 20-17 ആളുകളും എഫക്റ്റ് ചെയ്യുന്ന ആളുകളാണ് എന്നാണ് പറയപ്പെട്ടിരിക്കുന്നത്. ദെൻ ഇമ്പാക്റ്റ് ഓൺ ചിൽഡ്രൻ എന്ന് പറയുമ്പം ചിൽഡ്രൻസിൻ്റെ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് 2021 ഇന്ത്യയെ 26 out of 163 കൺട്രീസിലാണ് പെടുത്തിയിരിക്കുന്നത്. അതായത് ക്ലൈമറ്റ് ഇമ്പാക്റ്റിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് ചിൽഡ്രൻസിനാണ്. അപ്പോൾ അതിൻ്റെ അസസ്മെൻറ്റിൻ്റെ ഒരു റിപ്പോർട്ടാണ് ചിൽഡ്രൻസ് ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് 163 രാജ്യങ്ങളിൽ 26ാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ എയർ പൊല്യൂഷൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ about 90% ഓഫ് ചിൽഡ്രൻ ഗ്ലോബലി ബ്രീത്ത് പൊല്യൂട്ടഡ് എയർ. ഇന്ത്യയിൽ ഏകദേശം
21 ഓഫ് ദ വേൾഡ്സ് 30 മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റീസ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം 30 മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റിയും 21 ഓഫ് ദ വേൾഡ്സ് 30 മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റിയും ഇന്ത്യയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ 30 എണ്ണത്തിൽ 21 എണ്ണവും ഇന്ത്യയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഏകദേശം 1.24 മില്യൺ ഡെത്ത്സ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് ഈ എയർ പൊല്യൂഷൻ കാരണം 2017 എന്നും ഡാറ്റകൾ പറയുന്നുണ്ട്. ദെൻ ഫ്യൂച്ചർ ഹെൽത്ത് റിസ്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എന്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് 2,50,000 അഡീഷണൽ ക്ലൈമറ്റ് റിലേറ്റഡ് ഡെത്ത് ആനുവലി 2030 2050 കാലഘട്ടങ്ങളിൽ നടക്കുമെന്നാണ് പറയുന്നത്. മാൽ ന്യൂട്രീഷനും മലേറിയ, ഡയേറിയ ആൻഡ് ഹീറ്റ് സ്ട്രെസ് കാരണമായിരിക്കും ഇത് നടക്കുന്നുണ്ടാവുക.